മാങ്ങിയിട്ട് വറ്റിക്കുക. ഇത്തിരി നാളികേരമൊക്കെ അരച്ച് കറി വയ്ക്കുക. അതിന് 1/2 കിലോ കൊഴുവയാണിത്. മാങ്ങ ഇതേപോലത്തെ ഈ വലുപ്പത്തിൽ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ്. ചിലപ്പോൾ അത് മുഴുവനും ഞാൻ വേണ്ടി വരില്ല. കുറച്ചെടുത്തിട്ട് പുളി നോക്കിയിട്ട് ഇടുള്ളൂ. ഒരു 4 പച്ചമുളക് ചെറുതാണ്, മൂപ്പ് ആവാത്ത പച്ചമുളകാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കുടം വെളുത്തുള്ളി, ഒരു 5-8 ചുമന്നുള്ളി. ഇത് നമുക്ക് കാച്ചാൻ ചുമന്നുള്ളി. പിന്നെ അത്രയും സാധനങ്ങളാണ് അതിലേക്ക്. ഇനി കറിവേപ്പില എടുക്കാം. കറിവേപ്പിലൊക്കെ കറി വയ്ക്കുമ്പോൾ എടുക്കാം. അരപ്പിന് ഈ നാളികേരത്തിൻ്റെ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് അരപ്പ് തയ്യാറാക്കാൻ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മതി. എന്നുവെച്ചാൽ ഇതിൽ നാളികേരം അരക്കുന്നുണ്ടല്ലോ, അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് മതി. പിന്നെ ഒരു 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മുളക് പൊടി. പച്ചമുളക് എരിവില്ലാത്തതാണ്. എരിവ് പോരാന്ന് തോന്നിയാൽ നമുക്ക് ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ഒരല്പം മതി. എന്ന് വെച്ചാൽ മഞ്ഞളും മല്ലി ഇതൊക്കെ പൊടിച്ചപ്പോൾ മഞ്ഞൾ പൊടിച്ചിട്ട് ആ പൊടി ശരിക്ക് തട്ടിയെടുക്കാണ്ട് അവർ മല്ലിയിട്ട് പൊടിച്ചു. അപ്പോൾ ആ മല്ലിയിൽ നന്നായിട്ട് മഞ്ഞളിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി എടുക്കണ കറിക്ക് മഞ്ഞൾപ്പൊടി ഒരു പൊട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം. ഒരു അരപ്പ് എടുക്കാം. ഞാൻ മുഴുവൻ മുളക് ഇങ്ങനെ അരയ്ക്കുമ്പോൾ ഞാൻ മുഴുവൻ മുളകാണ് എടുക്കാറ്. അപ്പോൾ പൊടിയിട്ടു. നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അരയണം. അപ്പോഴാണ് കറിക്ക് ഒരു കൊഴുപ്പൊക്കെ കിട്ടുള്ളൂ. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത്തിരി നല്ല മഞ്ഞ കളറാണ്. വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ല, മഞ്ഞപ്പൊടി ഒരു ഇത് മല്ലി കുഴപ്പമില്ല. നമ്മൾ പച്ചക്ക് ഇത് വയ്ക്കുമ്പോൾ ഇത്തിരി കളറ് മീനല്ലേ, അപ്പം അതിന് മഞ്ഞൾ ഇത്തിരി കുഴപ്പമില്ല. അപ്പോൾ അത് അരപ്പ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു നുള്ള് ഉലുവ, അത്രയ്ക്കൊരു നുള്ള് ഉലുവ അങ്ങനെ പിടിച്ച് ഇത് ഇട്ടാൽ മതി. ഒന്ന് പൊട്ടട്ടെ ശരിക്ക്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി മൂക്കുമ്പോൾ മറ്റുള്ള സാധനങ്ങളിടാം. ചുമന്നുള്ളി മൂക്കട്ടെ. മാങ്ങയുടെ സീസണല്ലല്ലോ ഇപ്പോൾ. മാങ്ങ പൂത്തിട്ടുണ്ടായി. മഴ പിടിച്ചപ്പോൾ മൂവാണ്ട മാവ് അത്യാവശ്യം കുറച്ചൊക്കെ പൂത്തിട്ടുണ്ടായി. വേനൽക്കാലത്ത് ഉണ്ടായ മാങ്ങയൊക്കെ കേടുവന്ന് ഒക്കെ പോവുക ചെയ്ത ചൂട് കൊണ്ട് വാടി ഒക്കെ പോയി. കുറച്ച് മാങ്ങ കിട്ടിയുള്ളൂ. പൂത്തിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ ആ മഴ ഇങ്ങനെ ഒരാഴ്ചക്ക് നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴയത്തൊക്കെ പൂക്കല ചെയ്യുന്നതായി പോയി.
മാർക്കറ്റിലൊക്കെ മാങ്ങയുണ്ട്, പച്ചക്കറി കടകളിലൊക്കെ മാങ്ങ ഈ വരവ് മാങ്ങകളാണ്. പക്ഷെ നല്ല കഴമ്പും ഉണ്ട്, ഉണ്ടോ, നല്ല കഴമ്പും ഇതൊക്കെ ഉണ്ട്, നല്ല പുളിയും ഉണ്ട് മാങ്ങ. ചിലപ്പോൾ കിലോയ്ക്ക് 80 രൂപയ്ക്ക് ആവും ഉണ്ടെങ്കിലും മോൻ മേടിച്ചിട്ട് വരും. അവൻ മാങ്ങ ഇടയ്ക്കാവും മാങ്ങ മേടിച്ചിട്ട് വരും. ഇവിടെ സ്ഥിരം ഉണ്ടാവും മാങ്ങ. അതെന്ത് വിലയായാലും മാങ്ങ മേടിക്കുക. ഞാൻ കുറേ നാളായി ആ ചക്ക വറുത്ത് ചേനയും വറുത്ത് എന്തായിട്ട് പിന്നെ ഒന്നും ചെയ്തിറന്നില്ല. എന്താ വെച്ചാൽ പറമ്പിൽ രാവിലെ അടുക്കളയിലത്തെ ഇത് കഴിഞ്ഞ് പിന്നെ പറമ്പിലേക്ക് ഇറങ്ങാൻ മടിയാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറമ്പിൽ ഇറങ്ങി ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് അങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ കണ്ണോപ്പറേഷനൊക്കെ കഴിഞ്ഞൊക്കെ ഇരിക്കാറുന്നല്ല. അപ്പം അതിൻ്റെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ നോക്കിയില്ല ഞാൻ. ഇപ്പം കൊഴുവ കണ്ടപ്പോൾ എന്നാൽ അത് വയ്ക്കുക, മാങ്ങയും ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ചക്ക വരട്ട. ചക്ക നമുക്ക് ഇതായി വെള്ളം ഇറങ്ങി ടേസ്റ്റൊക്കെ പോയി, ചക്കയുടെ കെടുക്കുന്നുണ്ട്. 2 ഇട്ട് വെച്ച് പഴുപ്പിച്ച് വരട്ടാം നമുക്ക്. എല്ലാ കൊല്ലം ചക്ക വരട്ടി ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വെക്കണതാ. എന്നിട്ട് ചക്കയുടെ സീസണൊക്കെ കഴിയുമ്പോൾ കുറച്ചെടുത്ത് ചക്കയുടെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ കൊല്ലം വരട്ടാൻ നോക്കിയിട്ടില്ല. നമുക്ക് വരട്ടാം. നമ്മുടെ ഉള്ളി മൂത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, തക്കാളി വേണ്ട. എന്ന് വെച്ചാൽ മാങ്ങ നമ്മൾ ഇത് അരപ്പ് ചേർത്ത് വയ്ക്കണമല്ലേ. മുളക് കറിയായിട്ടൊക്കെ വയ്ക്കുകയാണെങ്കിലാണ് നമുക്ക് തക്കാളിയൊക്കെ എടുക്കുന്നുണ്ട്. ഇത് മാങ്ങ ഇട്ട് വയ്ക്കുമ്പോൾ മാങ്ങ മതി, തക്കാളിയുടെ പുളിയും കൂടി വേണ്ട. നമുക്ക് ഉള്ളിലേക്കൊന്ന് നോക്കട്ടെ. കൊഴുവ ചെറുമീനുകൾ ആണ് ശരിക്കും നമ്മൾ കഴിക്കേണ്ടതെന്നാണ് പറയുക. എനിക്കത്ര ഇഷ്ടമില്ല വലിയ വലിയ മീനൊന്നും. എനിക്ക് ചെറുമീൻ, ഞാൻ എപ്പോഴും പറയും മോനോട് ചാള മേടിക്കടാ, ചാള മേടിച്ചിട്ട് കേടാന്ന്. അവന് നല്ല വലിയ ചാളയൊന്നും കിട്ടാനില്ല ഇവിടെ നിന്ന്. ഒന്ന് പോയാൽ കുഞ്ഞു ചാളകളാണ് കിട്ടുള്ളൂ. കുഞ്ഞു ചാള നന്നാക്കി കിട്ടില്ല. നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നന്നാക്കാൻ നിൽക്കണം. എനിക്കാണെങ്കിൽ കാല് അങ്ങനെ അധികം നേരം ഇതായി നന്നാക്കാൻ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങ ഞാൻ 2 കഷ്ണം മാറ്റി വയ്ക്കുക. പുളി നോക്കിയിട്ട് നമുക്കിടാം. നാല് കഷ്ണം മാറ്റി വെച്ചു. എന്നുവെച്ചാൽ നല്ല കഴമ്പൊക്കെയുള്ള നല്ല ഉള്ളുള്ള മാങ്ങയാണല്ലോ. അപ്പോൾ നമുക്ക് പുളി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് അതിരിക്ക് പച്ചമാങ്ങ അവന് നല്ല ഇഷ്ടമാണ്. മൂവാണ്ടമാവിൽ കുറച്ച് മാങ്ങ കിട്ടിയെന്ന് പറഞ്ഞത് അവന് തൊണ്ടിയെത്താൻ പാടില്ല. പഴുത്ത മാങ്ങയൊന്നും തിന്നണത് അവന് ഇഷ്ടമില്ല. പച്ചമാങ്ങ ചെത്തണ്ട, തൊണ്ട് ചെത്തിയാലും ഇഷ്ടമില്ല, കഴിക്കില്ല. അത് നുറുക്കിയിട്ട് തൊണ്ടോടുകൂടി നുറുക്കിയിട്ട് ഉപ്പ് പുരട്ടി കൊടുക്കണം. ഉപ്പ് പുരട്ടിത്താന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാലത്ത് തന്നെ ഇന്നലെ മുതൽ തുടങ്ങിയതാ മാങ്ങ കണ്ടപ്പോൾ. ഇപ്പോൾ കാലത്ത് തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോകേണ്ടതല്ലേ. അപ്പം ഉപ്പിട്ടൊക്കെ കൊടുത്തു. പക്ഷെ അവന് പാലും എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ ചിലപ്പോൾ പുളിയല്ലേ, അപ്പം അത് പണി കിട്ടും. സ്കൂളിൽ പോകേണ്ടതാണല്ലോ.
അപ്പോൾ ഞാൻ പറഞ്ഞു വൈകുന്നേരം വന്നിട്ട് കഴിച്ചാൽ മതി മാങ്ങ, അപ്പോൾ പാല് കുടിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് അതിലേക്ക് പാകത്തിന് കറിവേപ്പില ഇട്ടു കേട്ടോ. കറിവേപ്പില നമുക്ക് കണക്കില്ല, ഞാൻ നന്നായിട്ട് കറിവേപ്പില ഇടും. അപ്പോൾ വേപ്പില ഉണ്ട്, കറിവേപ്പില എന്തോ എത്ര വേണമെങ്കിലും ഇടാം, നമുക്ക് നല്ല മണവും ഒക്കെ കിട്ടും. നമുക്ക് അരപ്പ് അരപ്പിട്ട് ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടുണ്ടായില്ല, ഉപ്പ് നമുക്ക് പാകത്തിന് നോക്കിയിട്ടിടാം. തിളക്കട്ടെ, തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. നമുക്ക് പുളി ഒന്ന് നോക്കാം, പുളി നോക്കിയിട്ട് കുറവാണെങ്കിൽ പുളി ഇപ്പം കുറവ് തന്നെയാണ്, മാങ്ങയും കൂടി ഇട്ട് കൊടുത്തേക്കാം നമുക്ക്. മീനിൻ്റെ ഒപ്പം വെന്തോളും. നമുക്ക് അരപ്പ് തിളച്ചു, ഞാൻ ആ ബാക്കിയുണ്ടായ മാങ്ങയും കൂടി അതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. കൊഴുവ, ചെറിയ കൊഴുവയാണ് ഇട്ടത്, അപ്പോൾ ഇട്ട് കൊടുക്കുക. അധികം വേവൊന്നുമില്ല, വേവ് കൂടുമ്പോൾ എന്ന് വെച്ചാൽ ഈ കടഭാഗം കൊണ്ട് പൊട്ടും, പൊളിയും. ദീപ്തി ഇന്നലെ ഇത് വറക്കാൻ പോയതാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു വറക്കണ്ട, നമുക്ക് കറി വയ്ക്കാം. വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആകെ ഇത്തിരി ഈസിയല്ലേ ഉണ്ടാവുള്ളൂ. അതൊന്ന് ഇത് കൊഴുവ പീര വറ്റിക്കാൻ, എൻ്റെ വീട്ടിൽ തെക്കോട്ടൊക്കെ പീര വറ്റിക്കും. കൊഴുവ ഇങ്ങനത്തെ ചെറുമീനുകളൊക്കെ പീര വറ്റിക്കാൻ നല്ലതാണ്. ഞാൻ ചെയ്തിട്ടില്ല അത്. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അരപ്പ് വേവട്ടെ. കറി വെന്തിട്ടുണ്ട്. നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. പുളിയും എരിവും അല്ലാണ്ട് നമ്മുടെ കറി വെന്തൂട്ടാ. നമുക്കപ്പോൾ ഇതിലേക്ക് ഇപ്പം പൊടിക്കൈ ചെയ്യാം. നമുക്കൊരു ചീഞ്ചട്ടി വെച്ച് അതിലൊരു തുള്ളി വെളിച്ചെണ്ണ, ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. കറി നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് വേപ്പില, കുറച്ച് വേപ്പില ഇട്ടിച്ചു. അതൊന്ന് മൂക്കുമ്പോൾ ഒന്ന് മൂക്കട്ടെ കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ കുറച്ച് മതി, എന്നുവെച്ചാൽ അതിൻ്റെ മുകളിലൊന്ന് ഭംഗിക്ക് കറക്കാൻ വേണ്ടിയിട്ട്. വേപ്പില ഒന്ന് മൂപ്പിച്ച് ഒരല്പം മുളക് പൊടി, എരിവുണ്ട് ആവശ്യത്തിന്. ഞാനിത് ഇവിടെ കാശ്മീരി മുളക് പൊടി, അതായത് പിരിയം മുളകിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇറക്കി
നോക്കി വെച്ചിട്ട് ഇടാം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ചിലപ്പം അത് മതി. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഓഫാക്കിയിട്ട് എടുത്ത് വെച്ച് നമുക്ക് കറിയിലേക്ക് ഒരു ചെറിയൊരു എന്ന് വെച്ചാൽ ഉള്ളിയൊക്കെ നമ്മൾ ആദ്യം ചെയ്തല്ല, അപ്പം ഇത് പിന്നെ ഉള്ളിയുടെ ആവശ്യമില്ല. ഉള്ളിയൊക്കെ ആദ്യം നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒടിച്ചൊഴിക്കുക. ഒന്ന് ചിറ്റിച്ച് അതിലേക്ക് വയ്ക്കുമ്പോൾ പറമ്പിൽ പണി വേണ്ടതുണ്ട്. ഇനി മഴ ഇതൊക്കെ ആയപ്പോൾ ജാതിക്ക കൊല്ലം കുറവാണ്. ജാതിക്ക കഴിഞ്ഞ കൊല്ലം കിട്ടി നന്നായിട്ട്, 2 ചാക്ക് കായ കഴിഞ്ഞ കൊല്ലം കിട്ടി. ഈ കൊല്ലം കായ കുറവാണ്. പക്ഷെ എന്നാലും അത് ഉള്ളത് അന്നാന്ന് പറക്കി എടുത്തില്ലെങ്കിൽ ചീഞ്ഞു പോവും, പത്രി ചീഞ്ഞു പോവും. പിന്നെ അതേപോലെ കുടപ്പുളിയും വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുടപ്പുളിയിലുള്ള പണിയാണ്. അപ്പോൾ പിന്നെ അടുക്കളയിലൊന്നിനും സമയം കിട്ടില്ല എനിക്ക്. പിന്നെ കുടപ്പുളിയുടെ പണി നോക്കണം. അങ്ങനെ നമ്മുടെ കൊഴുവ മാങ്ങിയിട്ട് വെച്ച കറി റെഡിയായി. നല്ല പുളിയും ഉപ്പും എരിവൊക്കെ ഉണ്ട്. കൊഴുവ മുളക് കറി വെക്കണേലും നല്ലത് ഇങ്ങനെയാണ്. പൊടിമീനുകളൊക്കെ, കൊഴുവ എന്നല്ല, പൊടിമീനുകളൊക്കെ ഇങ്ങനെ വെക്കണതാണ് നല്ലത്. ഇരുമ്പമ്പുളി കിട്ടാണ്ടെങ്കിൽ ഇരുമ്പമ്പുളി മസ്റ്റാണ് മാങ്ങേനേലും. അപ്പോൾ അത് നമുക്ക് കറി റെഡിയായി. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും അറിയാം, എല്ലാവരും ഇങ്ങനെ വെക്കണത് തന്നെയാണ്. എന്നാലും എൻ്റേതായ വയ്പ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. പണികൾ കാലത്ത് തന്നെ പറമ്പിലേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞല്ല, ജാതിക്ക പറക്കാൻ കിടക്കുന്നുണ്ട്. കുടപ്പുളിയുടെ പണി ഇനി തുടങ്ങണം, വേണ്ടതുണ്ട് ഈ കൊല്ലം. ഒക്കെ പുളി വലിപ്പം കുറവാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പണി തുടങ്ങണം. കഴിഞ്ഞ കൊല്ലത്തെ ജാതി പുളി പറക്കാനും പൊളിച്ച് പുകയിട്ട് ഉണക്കിയൊക്കെ എടുക്കണം. അപ്പം അതിൻ്റെ പണിയുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക.